ഇന്ന് മനുഷ്യജീവിതത്തെ തകർക്കുന്ന ഒരു തിന്മയാണ് സ്വാർത്ഥത. യെശയ്യാ പ്രവാചകൻ പറയും, ആർത്തി പിടിച്ച നായ്ക്കളാണ് സ്വാർത്ഥതയുള്ള മനുഷ്യരെന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് കുടുംബങ്ങളിലും വ്യക്തിജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും എന്തിനേറെ ഏത് ജീവിതത്തിൻ്റെ മേഖലകളിലും അസ്വസ്ഥതയ്ക്ക് കാരണം വരുത്തുന്നത് ഒരു തിന്മ തന്നെയാണ് സ്വാർത്ഥത. എനിക്ക് എൻ്റെ കാര്യം, മറ്റുള്ളവരുടെ നന്മയോ അവരുടെ വളർച്ചയോ അവരുടെ സന്തോഷമോ ഒന്നുമല്ല എൻ്റെ ജീവിതത്തിലെ നിലപാടുകളുടെ അടിസ്ഥാന ഘടകം. എൻ്റെ സുഖം, എൻ്റെ സന്തോഷം, എൻ്റെ വളർച്ച, ഇതൊക്കെയാണ് മനുഷ്യൻ ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനുദിന ജീവിതത്തിൽ വല്ലാത്ത വിരസതയും നിരാശയും ആനന്ദം നഷ്ടപ്പെടുന്ന അവസ്ഥകളുമൊക്കെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. ഒരു ഗ്രാമത്തിൽ മഴ കുറഞ്ഞു വരാൻ തുടങ്ങി. പിന്നെ മഴയില്ലാത്ത അവസ്ഥയായി. ആ ഗ്രാമത്തിലുള്ള എല്ലാവരും വല്ലാത്ത അസ്വസ്ഥരായി. അവിടെയുള്ള കിണറുകളും കുളങ്ങളും ഒക്കെ വറ്റിത്തുടങ്ങി. അലക്കുവാനായിട്ട് വെള്ളമില്ല. എന്തിനേറെ കുടിക്കുവാൻ പോലും വെള്ളം കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് ആ ഗ്രാമവാസികൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവരെല്ലാം ഇനി ഇതിനെന്താണ് പ്രതിവിധി എന്ന് ചിന്തിക്കാനായിട്ട് തുടങ്ങി. ഗ്രാമവാസികളെല്ലാം ഒരുമിച്ച് കൂടി. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷ നേടാനായിട്ട് പറ്റും? കാരണം ജലം കിട്ടാത്ത അവസ്ഥയായി. കുടിക്കാൻ പോലും വെള്ളം കിട്ടാത്ത അവസ്ഥ. വല്ലാത്തൊരു തകർന്ന അനുഭവങ്ങളിലൂടെ എല്ലാവരും കടന്നു പോവുകയാണ്. അപ്പോൾ ചിലർ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ഈ ദുർഗതി മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറേ പേര് പറഞ്ഞു, കുറേ നാളുകളായി നമ്മൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ടും മഴ ലഭിക്കുന്നില്ലല്ലോ. ഇന്ന് വരും നാളെ വരുമെന്ന് കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ഒന്നും സംഭവിക്കുന്നുമില്ലല്ലോ. ഇനി എന്താണ് പോംവഴി? അപ്പോഴാണ് അവിടെ കൂടിയിരുന്ന ചിലർ പറഞ്ഞു, നമ്മുടെ ഈ ഗ്രാമത്തിലെ തന്നെ ഒരു മലയിൽ ഒരു സന്യാസി ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം വലിയ വിശുദ്ധനെന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് നമ്മുടെ ഈ പ്രശ്നം നമുക്കൊന്ന് പറയാം. അദ്ദേഹം പ്രാർത്ഥിച്ചാൽ മഴ നമുക്ക് കിട്ടും. എല്ലാവർക്കും സ്വീകാര്യമായ ഒരു അഭിപ്രായമായി തോന്നി. എല്ലാവരും അടുത്ത പ്രഭാതത്തിൽ ആ ഗ്രാമത്തിൽ തന്നെ മലമുകളിൽ വസിക്കുന്ന ആ സന്യാസിയുടെ അടുത്തെത്തി. അവരെല്ലാവരും അവിടെ എത്തുമ്പോൾ സന്യാസി ധ്യാനപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്യാസിയുടെ മുന്നിൽ അവരെല്ലാം മുട്ടുകുത്തി നിന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ സന്യാസി മിഴികൾ തുറന്നപ്പോൾ തൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന ഗ്രാമവാസികളെയാണ് അദ്ദേഹത്തിന് മുഴുവനും കാണാൻ പറ്റിയത്. അദ്ദേഹം സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട്, എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് ചോദിച്ചു. അവരെല്ലാം ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങൾക്ക് മഴയില്ല, ഞങ്ങളുടെ ഗ്രാമത്തിൽ മഴ ഇപ്പോൾ പെയ്യുന്നില്ല, അതുകൊണ്ട് ഞങ്ങളുടെ തോടുകളും കിണറുകളും എല്ലാം വറ്റിക്കഴിഞ്ഞു, ഞങ്ങൾക്ക് അലക്കുവാൻ വെള്ളമില്ല, എന്തിനേറെ കുടിക്കാനും വെള്ളമില്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിനൊരു പ്രതിവിധി അങ്ങ് പ്രാർത്ഥിച്ച് ഞങ്ങളെ സഹായിക്കണം. ആ സന്യാസി മിഴികൾ പൂട്ടി വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അദ്ദേഹം ചോദിച്ചു, നാളെ മഴ പെയ്യ്ക്കാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. പെട്ടെന്ന് അവിടെ കൂടിയിരുന്ന ചിലർ പറഞ്ഞു, അയ്യോ നാളെ വേണ്ട, നാളെ ഞായറാഴ്ചയാണ്, ഞായറാഴ്ച ഞങ്ങൾക്ക് രാവിലെ പള്ളിയിലൊക്കെ പോകേണ്ടതാണ്, മഴ ശക്തമായി പെയ്യുകയാണെങ്കിൽ അന്ന് പള്ളിയിൽ പോകാൻ പറ്റില്ല, എങ്കിൽ തിങ്കളാഴ്ച. കുറച്ച് പേര് പറഞ്ഞു, അയ്യോ തിങ്കളാഴ്ച പറ്റില്ല, അന്ന് ചന്ത ദിവസമാണ്, ഈ ചന്ത ദിവസത്തിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബിസിനസ്, ഞങ്ങളുടെ തൊഴിലെല്ലാം നഷ്ടപ്പെടും. സന്യാസി വീണ്ടും എന്താണ് ഏത് ദിവസമാണെന്നുള്ള ആഗ്രഹത്തോടെ അവരെ നോക്കിയപ്പോൾ ചൊവ്വാഴ്ചയും പറ്റില്ല, കാരണം ചൊവ്വാഴ്ച ഞങ്ങൾക്ക് ഞങ്ങൾ കൊടുത്ത കടങ്ങളൊക്കെ തിരിച്ചു കിട്ടുന്ന ദിവസമാണ്, ബിസിനസ് ചെയ്തിട്ട് അന്നാണ് പൈസ ഞങ്ങൾക്ക് ലഭിക്കുന്നത്, അതുകൊണ്ട് ചൊവ്വാഴ്ച പറ്റില്ല. എങ്കിൽ ബുധനാഴ്ച ആ ഗ്രാമത്തിലെ ഒരു ധനികനായ മനുഷ്യൻ്റെ ഒരു ആഘോഷമുണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൊരു വലിയൊരു ആഘോഷമുണ്ട്, അതുകൊണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ആ ആഘോഷമെല്ലാം കുളമായി മാറും, അതുകൊണ്ട് ആ ദിവസം മഴ വേണ്ട. എങ്കിൽ വ്യാഴാഴ്ചയോ? കുറച്ച് പേര് പറഞ്ഞു, വ്യാഴാഴ്ച ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ ഉത്സവമാണ്, ക്ഷേത്രോത്സവത്തിൻ്റെ അന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമും ആ ആഘോഷമൊക്കെ മങ്ങൽ ഉണ്ടാകും, അതുകൊണ്ട് വ്യാഴാഴ്ച വേണ്ട. അവസാനം സന്യാസി വീണ്ടും അവരോട് ചോദിച്ചു, എങ്കിൽ വെള്ളിയാഴ്ച ആകട്ടെ, വെള്ളിയാഴ്ച മഴ പെയ്യിപ്പിക്കാം.
ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് അവിടെ ഉണ്ട് കുറച്ചുപേർ പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, വെള്ളിയാഴ്ച വേണ്ട, വെള്ളിയാഴ്ച ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പോകണം, മോസ്കുകളിൽ ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പോകേണ്ട ദിവസമാണ്. അവസാനം സന്യാസി മിഴികൾ വീണ്ടും പൂട്ടിയിട്ട്, അവസാനം ഇനി ശനിയാഴ്ച എങ്കിൽ ശനിയാഴ്ച മഴ പെയ്യിപ്പിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അവിടെ ഉണ്ടായിരുന്ന കുറേ കൊച്ചു കുട്ടികളും പഠിക്കുന്ന കുട്ടികളും എല്ലാം ചേർന്ന് പറ്റില്ല പറ്റില്ല, അവർ ഈ മുദ്രാവാക്യം മുഴക്കുന്നത് പോലെ അവർ പറഞ്ഞു, ഈ ശനിയാഴ്ച മഴ പെയ്യാൻ പാടില്ല, കാരണം ഞങ്ങൾക്ക് കളിക്കാനുള്ള ദിവസമാണ്. ആ ആഴ്ചയിൽ ഒരു മുഴുവൻ ദിവസവും തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഞങ്ങൾ ക്ലാസ്സുകളിലിരുന്ന് പഠിച്ചു മടുത്തു, ഞങ്ങൾക്കൊരു ആഘോഷം ലഭിക്കുന്ന ദിവസങ്ങളാണ് ഈ ശനിയാഴ്ച, അതുകൊണ്ട് ശനിയാഴ്ച മഴ പെയ്യണ്ട. സന്യാസി പറഞ്ഞു, എങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം പോലും നിങ്ങൾക്ക് തീരുമാനം എടുക്കാനായിട്ട് പറ്റുന്നില്ലേ? നിങ്ങളെല്ലാവരും അഭിപ്രായ വ്യത്യാസത്തോടെ സ്വാർത്ഥതയോടെ നിങ്ങൾ നിലപാടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു ഐക്യത്തിലൊരു തീരുമാനമെടുത്ത് എന്നോട് വരിക, ഞാൻ പ്രാർത്ഥിക്കാം. അവരെല്ലാവരും തിരിച്ച് ഗ്രാമത്തിലേക്ക് പോയി ഒരു സ്വീകാര്യമായ ഒരു അഭിപ്രായത്തിൽ ഒരു ദിവസത്തിലേക്ക് എത്തിച്ചേരാനാവാതെ അവർ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ പറഞ്ഞ് കലഹിക്കാൻ തുടങ്ങി. അവസാനം ആ ഗ്രാമം വിട്ട് അവർ ചിതറിക്കപ്പെടുന്ന അവസ്ഥയിൽ എത്തിച്ചേരുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു ചെറിയ കഥ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ചേർത്ത് വെച്ച് ധ്യാനിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും നമ്മുടെ കാര്യം മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലും അതല്ലേ, നമ്മുടെ കാര്യങ്ങൾ നന്നായി നടക്കുവാനായിട്ട് എല്ലാം നടക്കണം, മഴ പെയ്യണം, മഴ പെയ്യണ്ട എന്നൊക്കെ നമ്മൾ സ്വാർത്ഥരായി നിന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു നന്മ വരുവാനായിട്ട് ആഗ്രഹിച്ച് നമ്മുടെ ഇഷ്ടങ്ങളെ ദൈവപിതാവിൻ്റെ ഇഷ്ടത്തിന് ചേർത്ത് വയ്ക്കാനായിട്ടുള്ള നിസ്വാർത്ഥത ഇന്ന് നമുക്കുണ്ടോ എന്ന് ഈ ദിനത്തിൽ നമ്മൾ ധ്യാനിക്കണം. ഞാൻ ഓരോ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ആവശ്യപ്പെടുമ്പോഴും അതെൻ്റെ സ്വാർത്ഥതയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നതാണോ? സ്വർഗസ്ഥനായ പിതാവേ എന്ന മനോഹരമായ പ്രാർത്ഥനയിൽ ഈശോ പഠിപ്പിക്കുന്ന പ്രാർത്ഥന എന്താണ്? അവിടുത്തെ ഇഷ്ടം പോലെ ഞങ്ങൾക്ക് സംഭവിക്കട്ടെ എന്നാണ്. സ്വർഗത്തിലെ പിതാവിൻ്റെ ഇഷ്ടം പോലെ ഈ ഭൂമിയിൽ നിറവേറപ്പെടട്ടെ എന്ന് ഈശോ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അതിനേക്കാൾ തൻ്റെ ജീവിതത്തിലൂടെ ഈശോ അത് വെളിപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈശോയുടെ ഒരു ഇഷ്ടമായിരുന്നു ഈ പാനപാത്രം മാറി കിട്ടുവാനായിട്ട്. ഗസമൻ തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പിതാവിനോട് ആദ്യം പറയുന്ന ഇതാണ്, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിത്തരണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. സ്വാർത്ഥത വെടിഞ്ഞുകൊണ്ടുള്ള ഈശോയുടെ ഒരു പ്രാർത്ഥന നമുക്കവിടെ കാണാനായിട്ട് പറ്റും. പിതാവിൻ്റെ ഇഷ്ടം നിറവേറണം, എൻ്റെ ഇഷ്ടങ്ങളല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിൽ ഏത് തലങ്ങളിലായിക്കൊള്ളട്ടെ, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ വാശി പിടിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന നന്മകൾ നമ്മുടെ ഭൂമിക്ക് കിട്ടാതെ പോകും. ആ ഗ്രാമവാസികളൊക്കെ സ്വാർത്ഥരായിരുന്നു. കുഞ്ഞു കുട്ടി മുതൽ തൊഴിൽ ചെയ്യുന്ന യുവതി യുവാക്കളും അതുപോലെ തന്നെ കുടുംബജീവിതക്കാരുമൊക്കെ സ്വാർത്ഥമതികളായിരുന്നു. അതുകൊണ്ട് ഒരു ദിവസം അവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയാതെ പോയതുകൊണ്ട് ആ ഗ്രാമം തകർന്ന അവസ്ഥയിലെത്തി. ഇന്ന് നമ്മുടെ കുടുംബം ഇന്ന് തകരുവാനായിട്ടുള്ള കാരണവും നമ്മുടെയൊക്കെ സ്വാർത്ഥതയല്ലേ? എൻ്റെ കാര്യം, എൻ്റെ ഇഷ്ടം, എൻ്റെ ആവശ്യങ്ങൾ നിറവേറണം, അതിനുവേണ്ടി ഞാൻ മറ്റുള്ള വ്യക്തികളെ, എൻ്റെ കുടുംബത്തിൽ ദൈവം ചേർത്ത് നിർത്തിയിരിക്കുന്ന വ്യക്തികളെ കരുതാതെ പോകുമ്പോൾ, അവരുടെ നന്മയിൽ സന്തോഷിക്കാൻ കഴിയാതെ പോകുമ്പോൾ, അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിക്കാതെ പോകുന്നത് കൊണ്ടുള്ള സ്വാർത്ഥത നമ്മുടെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കുന്നത് അത് പൈശാചിക ചിന്തയാണെന്ന് തിരിച്ചറിയണം. സ്വാർത്ഥത വെടിഞ്ഞ് നമുക്ക് നിസ്വാർത്ഥരാകാം. നമ്മൾ മറ്റുള്ളവർക്ക് നന്മ കൊടുക്കാനായിട്ട് സാധിക്കണം. സ്വാർത്ഥത എന്ന് പറയുമ്പോൾ വാരിക്കൂട്ടാനായിട്ടാണ് മനുഷ്യൻ. സ്വാർത്ഥതയ്ക്ക് അടിമപ്പെട്ടത് കൊണ്ടാണ് അവൻ തൃപ്തിയില്ലാതെ, സംതൃപ്തിയില്ലാതെ നായ്ക്കളെപ്പോലെ അവനിങ്ങനെ കടിപിടി കൂടുന്നത്. യെശയ്യാ പറയുന്നില്ലേ, സ്വാർത്ഥത എന്ന് പറയുന്നത് നായ്ക്കളുടെ സ്വഭാവമാണ്. ആരും മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പൗലോസ്ലീഹ പോലും വേദനിച്ച് പറയുകയാണ്, ആരും ക്രിസ്തുവിനെക്കുറിച്ച് പോലും ചിന്തിക്കുന്നില്ല. ക്രിസ്തുവിൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന്, ക്രിസ്തു നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്, ദൈവം എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നുപോലും ചിന്തിക്കാതെ മനുഷ്യനെന്ന് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓട്ടം എന്ന് അവസാനിക്കുന്നുവോ അന്ന് നമ്മുടെ ജീവിതങ്ങളിൽ സമാധാനമുണ്ടാകും. ഓട്ടം നിർത്തി ദൈവത്തിൻ്റെ മനസ്സിന് വിധേയപ്പെട്ട് ഒന്ന് ശാന്തമാവുക. ദൈവം പറയുന്നില്ലേ, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. നമുക്കൊന്ന് ശാന്തത ലഭിക്കണമെങ്കിൽ സ്വാർത്ഥതയുടെ മനോഭാവങ്ങൾ മാറ്റണം. അല്പസമയം ദൈവസന്നിധിയിൽ ഇരിക്കാൻ പോലും ഇന്ന് സമയമില്ല എന്ന് പറയുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ സ്വാർത്ഥതയ്ക്ക് അടിമപ്പെട്ടതുകൊണ്ടാണ്.
അവൻ അവൻ്റെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി അവനിങ്ങനെ വെട്ടിപ്പിടിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഓടുന്നത് കൊണ്ട് അവന് ആ സ്വാർത്ഥത ദൈവത്തിന് കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് പോലും കൊടുക്കാനായിട്ട് അവന് സമയമില്ല എന്നുള്ള പരാതിയാണ്. ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാൻ പോലും മനുഷ്യനിന് സമയമില്ല എന്ന് പറയുന്നതിൻ്റെ പരാതിയുടെ പിന്നിൽ അവൻ്റെ ഉള്ളിലെ സ്വാർത്ഥത തന്നെയല്ലേ? എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി സമയം ചിലവിടുവാൻ എനിക്ക് സമയമില്ല, എനിക്ക് ജോലിയാണെന്ന് മനുഷ്യൻ പറയുമ്പോഴും അവൻ്റെ ഉള്ളിൽ ചില സ്വാർത്ഥതകൾ കാണാനായിട്ട് പറ്റും. നമുക്ക് സ്വാർത്ഥത വെടിഞ്ഞ് നിസ്വാർത്ഥരാകാം, മറ്റുള്ളവരെ കരുതാം, അവരുടെ നന്മ കണ്ട് സന്തോഷിക്കുന്നവരാകാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം, എൻ്റെ ഇഷ്ടങ്ങളാണെങ്കിലും ദൈവമേ, എൻ്റെ ഇഷ്ടമല്ല പൂർത്തീകരിക്കപ്പെടേണ്ടത്, നിൻ്റെ ഇഷ്ടം, പിതാവിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടം. ക്രിസ്തു പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ഓരോ ദിവസവും പ്രാർത്ഥിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി സ്വാർത്ഥത വെടിഞ്ഞ് നിസ്വാർത്ഥരായി ജീവിക്കാം. ദൈവം ഈ ദിനത്തിൽ നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറച്ച് സ്നേഹത്തിൻ്റെ നിസ്വാർത്ഥമായി ജീവിതം നയിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.